VS മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പേഴ്സണൽ സ്റ്റാഫിൽ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഷൺമുഖൻ. അക്കാലത്തെക്കുറിച്ച് 24 ഓർത്തെടുക്കുകയാണ് ഷൺമുഖൻ. PS അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള ഒരുപിടി ഓർമ്മകളെ ഓർത്തെടുക്കുകയാണ് എറണാകുളം കാഞ്ഞൂർ സ്വദേശിയായ സഖാവ് ഷൺമുഖൻ. ദീർഘകാലം VSന്റെ പേഴ്സണൽ സ്റ്റാഫിലും ഒപ്പം തന്നെ VSനോടൊപ്പവും പ്രവർത്തിച്ച വ്യക്തിയാണ് ഷൺമുഖൻ. VS വിടവാങ്ങുകയാണ്. ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ജീവിതം, സമരം, ഒപ്പം തന്നെ ആശയത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തി. എന്താണ് VSനോടൊപ്പമുള്ള ഓർമ്മകൾ? നല്ല ഓർമ്മകളാണ്. ഒരു കറകറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊക്കെ അതിൻ്റെ ഒന്നുമല്ല, നമ്മളൊക്കെ ഒരു ശിശു ആ കാര്യത്തിൽ. ഒരു സാധാരണക്കാരൻ്റെ വിഷയത്തിൽ കൃത്യമായി സഭയിൽ ഉന്നയിച്ച് അതിൽ അവർക്ക് പരിഹാരം കാണുന്നതിൽ മികച്ച പാഠവും ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് VS. അതുപോലെ പല സന്ദർഭങ്ങളിലും VSന്റെ എടുക്കുന്ന നിലപാടുകളോട് നമുക്കൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ടായിരുന്നു. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അദ്ദേഹം പുറത്തുനിന്ന്. ഇപ്പോൾ നമുക്ക് പറയാം, പല വിഷയങ്ങളിലും VS ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരുപാട് മുൻ പ്രതിപക്ഷ നേതാക്കളെ അടക്കം CPMന്റെ ആയാലും ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കളെ അടക്കം പരിശോധിക്കുമ്പോൾ VS കൈക്കൊണ്ട നിലപാടുകൾ, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള മാറ്റങ്ങൾ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് VS സഭയിൽ കാര്യങ്ങൾ പറയുകയുള്ളൂ. കാരണം കൃത്യമായി പഠിച്ച്, അല്ലാണ്ട് കാര്യങ്ങൾ പഠിക്കാതെ അല്ലെങ്കിൽ വ്യക്തമായ ഇതിൽ സംസാരിക്കാറില്ല. അത് ആ കാര്യത്തിൽ VSന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് കേട്ട് പറയുന്ന സ്വഭാവക്കാരനല്ല. അതേക്കുറിച്ച് സ്റ്റഡി ചെയ്ത് മാത്രമാണ് സഭയിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു VS. അത്ര അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഒന്നുമിപ്പോൾ PC ജോർജ് നമ്മളെ LDFനോടൊപ്പം സഹകരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ ഒരു വിഷയം കൊണ്ടുവന്നു. അത് VS സഭയിൽ ഉന്നയിക്കണം, നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ VS പറഞ്ഞു അതിനെന്തെങ്കിലും രേഖയുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ രേഖയില്ല. VS അത് പറയാം, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് താങ്കൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഉന്നയിക്കണമെങ്കിൽ കൃത്യമായ രേഖ ഉണ്ടാവണം, ഞാൻ പറയുന്നതിൻ്റെ ആധികാരികത വേണം. അതുകൊണ്ട് ആധികാരികമായി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആധികാരിക രേഖ വേണം. അല്ലാത്തതൊക്കെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജൂനിയേഴ്സ് അല്ലേ, നിങ്ങൾ എന്തെങ്കിലും പറയാം, എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, അതുകൊണ്ട് താങ്കൾ തന്നെ ഉന്നയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി വിട്ടു. അതൊരു അനുഭവമാണ് എൻ്റെ കയ്യിൽ.